إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ മുഅ്മിനൂൻ 96-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇങ്ങനെയാണ് നാം വിശ്വാസികളുമായും മറ്റ് ശത്രുക്കളുമായും ഇടപെടേണ്ടത് എന്നുള്ള ആ ഒരു സദാചാര മര്യാദ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മുഅ്മിനീങ്ങൾക്ക്. നിങ്ങൾ തടയണം, ബില്ലത്തി അതൊന്നുകൊണ്ട്, ഹിയ അത് അഹ്സൻ ഏറ്റവും നല്ലത് കൊണ്ട് തടയണം, സയ്യിഅത ചീത്തയെ ഏറ്റവും നല്ലത് കൊണ്ട് തടയണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പൊരുൾ? നിങ്ങളോട് തർക്കത്തിന് വരുന്നവർ, വാദപ്രതിവാദത്തിന് വരുന്നവർ, നിങ്ങൾ ഉപദ്രവിക്കാൻ വരുന്നവർ, പലതരം കഷ്ടനഷ്ടങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ വരുന്നവരോട് നിങ്ങൾ വളരെ നല്ല രൂപത്തിൽ പെരുമാറണം, സൽസ്വഭാവത്തോടുകൂടി പെരുമാറണം. ചീത്തയെ ചീത്ത കൊണ്ട് തടുക്കാൻ പാടില്ല. അവർ നിങ്ങളെ ചീത്ത പറഞ്ഞാൽ തിരിച്ചീത്ത പറയാൻ പാടില്ല. അവർ നിങ്ങൾ ആക്രമിച്ചാൽ തിരിച്ചക്രമിക്കാൻ പാടില്ല. അങ്ങേയറ്റത്തെ ക്ഷമ പാലിക്കണം. സൂറ ആൽ ഇംറാന്റെ അവസാന ഭാഗത്തിലുള്ള വിശദീകരിച്ചിട്ടുണ്ട്. സബ്റു, നിങ്ങൾ ആ ക്ഷമയിൽ മികവ് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ആ ക്ഷമയിൽ നിങ്ങൾ മികവ് കാണിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നല്ല മികവുള്ള ക്ഷമയോടുകൂടി നിങ്ങൾ എതിരാളികളോട് പെരുമാറണം എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല സൗമ്യമായ വാക്ക് പറയണം, സരളമായ വാക്ക് പറയണം, തന്ത്രത്തിന്റെ വാക്ക് പറയണം, വിട്ടൊഴിഞ്ഞു നിൽക്കണം. ഇങ്ങനെ പല രൂപത്തിലും ഓരോരോ മനുഷ്യർക്കും അവരുടെ കഴിവിൽപ്പെട്ടതനുസരിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ അവർ പെരുമാറണം എന്നാണ് പറയുന്നത്. ചീത്തയെ ചീത്ത കൊണ്ട് തടുക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ ചീത്തയെ നന്മ കൊണ്ട് തടുക്കണം എന്നാണല്ലോ പറയുന്നത്. അഹ്സൻ, ഹസന് കൊണ്ട് എന്നല്ല, അഹ്സൻ ഏറ്റവും നല്ലത് കൊണ്ട് നിങ്ങൾ തടുക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൽസ്വഭാവമായി മുഅ്മിനീങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ മുഅ്മിനീങ്ങൾ ഹിതകരമെന്ന് പറയട്ടെ, പലരും ഇതിൽ നിന്നും പുറകോട്ട് പോയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട്, ഈ രൂപത്തിലുള്ള സൽസ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ, പെരുമാറാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് കഴിഞ്ഞ് അല്ലാഹു പറയുകയാണ്, നഹ്നു നാം അഅലമു അങ്ങേറ്റം അറിയുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ബിമാ യസിഫൂൻ അവർ വർണ്ണിച്ചു പറയുന്നതിനെ പറ്റി നമുക്ക് നന്നായി അറിയാം. അവർ ആ മുശ്രിക്കുകൾ, അറബി മുശ്രിക്കുകൾ, നോക്കൂ നിങ്ങൾ, അന്നത്തെ കാലത്തുള്ളതും ഇന്നത്തെ കാലത്തുള്ളതും ആരായി കഴിഞ്ഞാലും വിശ്വാസികളെ പല രൂപത്തിലും ഉപദ്രവിക്കും. വാക്കുകൊണ്ടും അതുപോലെ ശാരീരികമായും ഉപദ്രവിക്കും, മാനസികമായും പലതരം ഉപദ്രവങ്ങളും ഏൽപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം കൃത്യമായി അറിയുന്നവരും അത് രേഖപ്പെടുത്തുന്നവരുമാകുന്നു. അതിനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പിടികൂട് തന്നെ ചെയ്യുമെന്നൊക്കെയാണ് ഇതിന്റെ പൊരുൾ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.